നിലമ്പൂരിൽ പി അൻവർ MLA എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല? ഇത് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം എന്താണ് പാർക്ക് തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ വിപുലപ്പെടുത്തി, സർക്കാരിനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു, പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചു, മരം മുറിച്ച് കടത്തി ഉൾപ്പെടെ, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഇതൊക്കെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പി അൻവർ സ്റ്റാറായി നിൽക്കുകയാണ്. പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിലേക്കൊന്ന് പോവുക. അവിടെ ആര്യാടൻ ഷൗക്കത്ത് എന്ന അദ്ദേഹം കോൺഗ്രസ് നേതാവ് പറയുന്നു, കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിൽ വികസന മുരടിപ്പാണ്. നിലമ്പൂരിൻ്റെ ഒരു വികസന കാര്യങ്ങളിലും ജനകീയമായ ഒരു വിഷയങ്ങളിലും പി അൻവർ MLA ഇടപെട്ടിട്ടില്ല. പി അൻവർ MLA ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തെ CPM വിലക്കിയത് കൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തതെന്നാണ്. പക്ഷേ CPM വിലക്കിയാലും വിലക്കിയില്ലെങ്കിലും ഒരു നാടിൻ്റെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി ആ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറയുമ്പോൾ അതിന് കോൺഗ്രസ് നേതൃത്വവും നിലമ്പൂരിലുള്ള ജനങ്ങളും ചെവി കൊടുക്കും, മുസ്ലിം ലീഗും ഒരു പരിധിവരെ ചെവി കൊടുക്കും. ആര്യാടൻ ഷൗക്കത്ത് എണ്ണി ചോദിക്കുന്നുണ്ട്, കരിമ്പുഴ വന്യജീവി സങ്കേതത്തിനെതിരെ ആര്യാടൻ മുഹമ്മദ് നയിച്ച സമരസമയത്ത് എവിടെ പോയിരുന്നു പി അൻവർ? അതുപോലെ കരുളായി, വഴിക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ആദിവാസി മേഖലകളിലെ ആദിവാസി ഊരുകളിലെ ആളുകൾക്ക് എന്ത് സഹായമാണ് പി അൻവർ ചെയ്തത്? അവരുടെ ജീവിത വികസനത്തിന്, അവരുടെ ജീവിത സാഹചര്യം മാറ്റുന്നതിന്, വികസിപ്പിക്കുന്നതിന് എന്ത് വികസന അജണ്ടയാണ് നിലമ്പൂർ MLA ആയ പി അൻവർ മുന്നോട്ട് വച്ചിരുന്നത് എന്ന് ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചു. വളരെ കൃത്യമായ ചോദ്യമാണ്. അതുപോലെ തന്നെ നിലമ്പൂരിലെ ജനകീയ വിഷയങ്ങളിൽ ബസ് സ്റ്റാൻഡ്, അവിടെ പോലും വികസനം തൊട്ട് തീണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ ബൈപ്പാസ് റോഡ്, അവിടെയും വികസനം തൊട്ട് തീണ്ടിയിട്ടില്ല. KSRTC സ്റ്റാൻഡ് ഇപ്പോഴും എന്താണ് പഴയപടി തന്നെയാണ് കിടക്കുന്നത്, വികസനം വന്നിട്ടില്ല. അതൊക്കെ ജനങ്ങൾക്ക് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ബൈപ്പാസ് വികസനം, അത് നടന്നിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പി അൻവർ ഇടപെട്ടിട്ടില്ല. പിന്നെ പൊടുന്നനെ എന്തിനാണ് ഈ വന്യജീവി ആക്രമണത്തിൽ ഇടപെട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നത് എന്ന ചോദ്യത്തിനും ആര്യാടൻ ഷൗക്കത്തിന് ഉത്തരം കണ്ടെത്തുന്നുണ്ട്. UDF പ്രവേശനമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. UDFിലേക്ക് എങ്ങനെയെങ്കിലും കടന്നുകൂടുക, UDFിനകത്ത് ഉള്ളിലെത്തുക, അത് എല്ലാവർക്കും ആഗ്രഹിക്കാം. അതൊക്കെ പാർട്ടിയും മുന്നണിയും ഒക്കെ ആലോചിച്ച് തീരുമാനിക്കട്ടെ. പക്ഷേ നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പിൻ്റെ അടിസ്ഥാന കാരണം പി അൻവർ MLA ആണ്. ഇത് പി അൻവർ MLAക്ക് വളരെ വലിയൊരു ചോദ്യമാണ്. ഇതിന് കൃത്യം മറുപടി പി അൻവർ MLA പറയേണ്ടി വരും. കാരണം ജനങ്ങളോടാണ് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ആളെ കൂട്ടാൻ പറ്റും. ചിലപ്പോൾ ഏത് മണ്ഡലത്തിൽ പോയാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-500 ആളുകളൊക്കെ കൂടും. ഏത് മണ്ഡലത്തിലും കുറച്ച് വോട്ടുകളൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹം യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് അവിടെയുള്ള തന്നെ കോൺഗ്രസ് നേതാവ് വിളിച്ചു പറയുമ്പോൾ അതിന് പി അൻവർ കൃത്യമായ ഉത്തരം നൽകേണ്ടി വരും. അത് പി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും ഇടയാക്കുകയും ചെയ്യും. കാരണം നിലമ്പൂരാണ് പി അൻവറിൻ്റെ മണ്ഡലം. നിലമ്പൂരിൽ പി അൻവർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആര്യാടൻ ഷൗക്കത്ത് പറയുമ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ അത് ചെവിയോർക്കും. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മുന്നണി ബന്ധം ഇല്ല, ഒറ്റയ്ക്കാണ് പി അൻവർ മത്സരിക്കുന്നതെങ്കിൽ നിലമ്പൂരിൽ പി അൻവറിന് അടിതെറ്റും. PC ജോർജിനുണ്ടായ രാഷ്ട്രീയ PC ജോർജ് ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ ഏകാന്തതയും വനവാസവും ഒക്കെ പി അൻവറിനും താമസിയാതെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.